ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ വൺ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ ഇന്ന് ഇന്ത്യൻ സോഷ്യോളജി ക്ലാസ്സസ് കണ്ടിന്യൂ ആയിരിക്കും. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കൊളോണിയൽ പെർസ്പെക്റ്റീവ് ഓൺ കാസ്റ്റ് സിസ്റ്റം ഡിസ്കസ് ചെയ്തു. എല്ലാവരും ആ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യമാണ് ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ കാസ്റ്റ്. സോ നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. ഒരു സോഷ്യോളജി സ്റ്റുഡന്റ് എന്ന രീതി എന്തായാലും അറിഞ്ഞിരിക്കണം. സോ ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ കാസ്റ്റ്. സോ ക്ലാസ്സിന്റെ സ്ട്രക്ചർ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കൺസെപ്റ്റൽ ക്ലാരിറ്റി തരും. ആദ്യം ക്ലാസ് എടുത്ത് അത് തരും. അതിനുശേഷം ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ, ആ കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉപയോഗിച്ച് എങ്ങനെ ഒരു അടിപൊളി ആൻസർ നമുക്ക് എഴുതാം എന്നും നമുക്ക് കാണാം. സോ നമ്മൾ ആൻസർ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, സോ ആൻസറിന്റെ PDF, നോട്ട്സിന്റെ PDF കിട്ടാനായി മേക്ക് ഷുവർ യു ജോയിൻ അവർ ടെലഗ്രാം ചാനൽ. ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം. സോ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ് ഇറ്റ്. സോ ചാനലും സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. സോ നമുക്ക് ഡിസ്കഷൻ തുടങ്ങാം. ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ കാസ്റ്റ് സിസ്റ്റം. ഓക്കെ, സോ കൊളോണിയൽ പെർസ്പെക്റ്റീവ് നമ്മൾ കണ്ടു. അതിനുശേഷം അല്ലെങ്കിൽ അതിനോട് തന്നെ പാരലായിട്ട് വന്ന് നമുക്ക് പറയാം. ഓക്കെ, ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ കാസ്റ്റ് സിസ്റ്റം. സോ എന്താണ് ഈ ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ കാസ്റ്റ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മളിവിടെ മേജർലി ഇതിന്റെ ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് തരാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ ബ്രാഹ്മണിക്കൽ അനാലിസിസ് എന്ന് പറയുമ്പോൾ കുറച്ച് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇരുന്ന് സൊസൈറ്റി അനലൈസ് ചെയ്ത് വെച്ചേക്കാണ്. സോ അതിന് ഒരുപാട് പോരായ്മകളുണ്ട്. സോ ചോദ്യം വരുമ്പോഴും ഇതിന്റെ ക്രിട്ടിക്കൽ അനാലിസിസിനെ പറ്റിയാണ് ചോദിക്കാറുള്ളത്. സോ എന്താണ് ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് നമുക്ക് നോക്കാം. സോ ഇവർ സൊസൈറ്റിയെ കണ്ടത് ഒരു ഡിവൈൻലി ഓർഡേർഡ് ആയിട്ടുള്ള, അതായത് ഡിവൈൻ ഓർഡർ, നമ്മുടെ ഇവിടെ സൊസൈറ്റിയിൽ നിലവിലുള്ള ഓർഡറും കാസ്റ്റ് സിസ്റ്റവും ഒക്കെ ഇവിടെ ഉള്ളതല്ല, ഒരു ഡിവൈൻ നേച്ചർ ഉള്ളതാണ്. അതായത് നമ്മളെ പുരാണ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ ഉള്ള ആണെന്നുള്ളൊരു അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മോറലി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ എല്ലാ മനസ്സുകളിൽ, നമ്മുടെ ഓരോ ആൾക്കാരുടെയും എത്തിക്സ് അല്ലെങ്കിൽ മൊറാലിറ്റിയിലൊക്കെ ഡീപ്ലി ഇൻഗ്രൈൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞു വെക്കുക. എന്ത്? ഇവിടുത്തെ കാസ്റ്റ് സിസ്റ്റം. അതുപോലെ തന്നെ ഹൈറാർക്കിക്കലായിട്ടുള്ള ഒരു സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം എന്ന് അവർ പറഞ്ഞു വെച്ചു. അതായത് ഇത് ഡിവൈൻ ഓർഡർ ആണ്. അതുപോലെ എല്ലാവർക്കും ഒരേപോലെ അംഗീകരിക്കാൻ പറ്റുന്നതും ആയിട്ടുള്ള, അതാണ് ഈ മോറലി ഇന്റഗ്രേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഹൈറാർക്കിക്കൽ, ഒന്നിനു മുകളിൽ ഒന്നിനു മുകളിൽ ഒന്നിനു മുകളിൽ, അതേ രീതി ഉള്ളൊരു കാര്യമാണ് കാസ്റ്റ് സിസ്റ്റം എന്നാണ് ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് പറഞ്ഞു വെക്കുന്നത്. ഇതുമൂലം സൊസൈറ്റിയിലെ സ്റ്റെബിലിറ്റി, ഹാർമണി, ഡിസിപ്ലിൻ ഒക്കെ ഉണ്ടാകും എന്നും അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ഇവർ ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് പഠിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് നമുക്ക് കിട്ടുന്നത് എന്തിൽ നിന്നാണ്? ടെക്സ്റ്റൽ അണ്ടർസ്റ്റാൻഡിംഗ് നിന്നാണ്. അതായത് വേദാസ്, മനുസ്മൃതി, ധർമ്മശാസ്ത്ര തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവിനെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. ഈ ധർമ്മശാസ്ത്രം ഇങ്ങനെ പുരാണ ഗ്രന്ഥങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെലുത്തുന്നത് കൊണ്ട് തന്നെ ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത കാര്യം വർണ്ണ മോഡലിലാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ, വർണ്ണ മോഡൽ എന്തായിരുന്നു? അതായത് പുരുഷ സൂക്ത, ഋഗ്വേദത്തിലുള്ള പുരുഷ സൂക്തയിൽ നിന്നാണ് ഈ വർണ്ണ മോഡൽ നമുക്ക് കിട്ടുന്നത്. വർണ്ണ മോഡലിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് അതിലാണ്. സോ ഈ വർണ്ണ മോഡൽ പറയുമ്പോൾ എന്താണ്? BKVS, ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ. അതായത് ബ്രഹ്മാവിന്റെ തലയിൽ നിന്നൊരു കൂട്ടർ വന്നു, കാലിൽ നിന്നൊരു കൂട്ടർ വന്നു എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ. അതിൽ തലയിൽ നിന്ന് വന്നവരെ സമൂഹത്തിൽ ഉയർന്ന ജാതിയായും, കാലിൽ നിന്ന് വന്നവരെ ഏറ്റവും താഴ്ന്ന ജാതിയായും, അതിനിടയ്ക്ക് ഉള്ളവർ തൊടയിൽ നിന്നും മറ്റ് ഇതെന്നൊക്കെ പറയുന്ന ആ കഥ അറിയണ്ട. ജസ്റ്റ് വർണ്ണ മോഡൽ പുരുഷ സൂക്ത ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നു. ഈ ഒരു ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കുക. ഇതില് ബ്രാഹ്മിൺസിനെ അപ്പർ കാസ്റ്റ് ആയിട്ടും ശൂദ്രാസിന് ലോവർ കാസ്റ്റ് ആയിട്ടും ബാക്കി രണ്ടിനെയും മിഡിൽ കാസ്റ്റ് ആയിട്ടും
കണക്കാക്കിയിരുന്നു. ഓക്കെ, സോ യാ, നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം. സോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇവരൊരു ഡിവൈൻ നേച്ചറാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ കാസ്റ്റിന് ഇവർ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സേക്രഡ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറഞ്ഞു. സേക്രഡ് ഡിവിഷൻ ഓഫ് ലേബർ, അതായത് കാസ്റ്റ് എന്ന് വെച്ചാൽ ഓരോ തൊഴിലും ഓരോ ആൾക്കാർക്ക് കൊടുത്തേക്കുകയാണ്. ഇത് ഒരു സേക്രഡ് അല്ലെങ്കിൽ ഡിവൈൻ ഓർഡർ ഉള്ളതാണെന്ന് കൂടി പറഞ്ഞു വെക്കുക. സേക്രഡ് ഡിവിഷൻ ഓഫ് ലേബർ. ഓക്കെ, സേക്രഡ് ഡിവിഷൻ ഓഫ് ലേബർ ആണെന്ന് പറഞ്ഞു. ഇനി എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഡിവിഷൻ ചെയ്തേക്കുന്നത് എന്ന് അവര് പറയുന്നത്? കർമ്മ, ധർമ്മ, അതുപോലെ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ, ശുദ്ധി അശുദ്ധി. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണക്കാക്കിയാണ് ഈ സേക്രഡ് ഡിവിഷൻ തന്നേക്കുക എന്നാണ് ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, കാസ്റ്റ് is a sacred division of labor based on kinship, dharma, kinship അല്ല, കർമ്മ, ധർമ്മ, പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. ഓക്കെ, യാ, പിന്നീട് ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്, നമുക്കറിയാം കാസ്റ്റ് നിലവിലെ സൊസൈറ്റിയിൽ കാസ്റ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും? ഇല്ല. അച്ചീവ് ചെയ്ത് നേടിയെടുക്കാൻ പറ്റുമോ? ഇല്ല. പകരം ജന്മനാ കിട്ടുന്നതാണ്. അതായത് കാസ്റ്റ് ഈസ് ആൻ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്. അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്, നോട്ട് ആൻ അച്ചീവ്ഡ് സ്റ്റാറ്റസ്. ഓക്കെ, കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണ്. അതായത് നമ്മൾ നേടിയെടുക്കുന്നത് ജന്മനാ കിട്ടുന്നത്, അല്ലാണ്ട് അച്ചീവ്ഡ് സ്റ്റാറ്റസ് അല്ല, നേടിയെടുക്കുന്നത് അല്ല എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല കാസ്റ്റിൽ സ്ട്രിക്റ്റ് റൂൾസ് ഓഫ് എൻഡോഗാമി, സ്ട്രിക്റ്റ് റൂൾസ് ഓഫ് എൻഡോഗാമി ഉള്ളതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് എൻഡോഗാമി? നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കാസ്റ്റിലുള്ളവർ ആ കാസ്റ്റിലുള്ളവരെ തന്നെ കല്യാണം കഴിക്കുന്നതിനെയാണ് നമ്മൾ എൻഡോഗാമി എന്ന് പറയുന്നത്. അപ്പോൾ കാസ്റ്റുകൾ ഒരു സ്ട്രിക്റ്റ് റൂൾസ് ഓഫ് എൻഡോഗാമി ഫോളോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. പിന്നീട് നമ്മൾ എന്ത് കണ്ടു? ഹൈറാർക്കിക്കൽ ഡിവിഷൻ ഓഫ് ലേബറും കണ്ടു അല്ലേ? ഹൈറാർക്കിക്കൽ ഡിവിഷൻ ഓഫ് ലേബർ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്, ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, ജോലി ഒരു ഹൈറാർക്കിയുടെ ബേസിസിലാണ് കൊടുത്തത്. ഓക്കെ, അതായത് പ്രീസ്റ്റ്ഹുഡ് ചെയ്യുന്ന ബ്രാഹ്മിൻസ് ടോപ്പിൽ വെച്ചിട്ട് സോൾജേഴ്സ് അല്ലെങ്കിൽ കിങ്സിനെയൊക്കെ രണ്ടാമത്തെ കാറ്റഗറിയായ ക്ഷത്രിയയിൽ വെച്ചു. ഓക്കെ, പിന്നെ ട്രേഡ് ചെയ്യുന്നവരെയൊക്കെ വൈശ്യാസ് ആയിട്ട് വെച്ചു. സാനിറ്റേഷൻ പരിപാടി ചെയ്യുന്നവരെ ശൂദ്രാസ് ആയിട്ട് കണക്കാക്കി. ഓക്കെ, ആ ഒരു ഹൈറാർക്കിക്കൽ ഡിവിഷൻ ഓഫ് ലേബർ കൊണ്ടുവന്നു. ഇതൊക്കെയാണ് ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് പറഞ്ഞു വെക്കുന്നത്, അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തൊക്കെയാണ്? സേക്രഡ് ആണ് അല്ലേ? സേക്രഡ്, ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുന്നുള്ളൂ. സേക്രഡ്, മോറലി ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കാസ്റ്റ് സിസ്റ്റം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ഇതില് കാസ്റ്റ് സിസ്റ്റം എന്നാൽ അച്ചീവ് ചെയ്യാൻ പറ്റില്ല, അതൊരു അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആണെന്ന് അവർ പറഞ്ഞു വെക്കുന്നു. ഹൈറാർക്കിക്കൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ടെന്ന് അവർ പറഞ്ഞു വെക്കുന്നു. പിന്നീട് എന്താണ് പറഞ്ഞത്? എൻഡോഗാമി, സ്ട്രിക്റ്റ് റൂൾസ് ഓഫ് എൻഡോഗാമി ഉണ്ടെന്ന് പറഞ്ഞു വെക്കുന്നു. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്തോളൂ, എല്ലാ പോയിന്റും ഇവിടെ പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് നോട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് കാണാം. ഇനി നമുക്ക് ഇതിന്റെ മേജർ ക്രിറ്റിസിസം എന്താണെന്ന് നോക്കാം. ഓക്കെ, മേജർ ക്രിറ്റിസിസം എന്താണെന്ന് നോക്കാം. വെയിറ്റ് എ സെക്കൻഡ്. സോ ഫസ്റ്റ് ക്രിറ്റിസിസം, ഇത് ഭയങ്കര ഐഡിയോളജിക്കൽ ആൻഡ് നോർമേറ്റീവ് ആയിപ്പോയി. അതായത് ബ്രാഹ്മിൻസിന്റെ ചിന്താഗതിയിൽ നിന്ന് ഉണ്ടാക്കി എടുത്ത, അതായത് ഐഡിയോളജിക്കൽ, അവരുടെ ഐഡിയോളജിയിൽ നിന്ന് നിർമ്മിച്ചെടുത്ത ഒരു സംഭവമാണ്. അതുപോലെ നോർമേറ്റീവ്, അതായത് സൊസൈറ്റിയിൽ അന്ന് നിന്നിരുന്ന നോംസ് ഒക്കെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിൽ വന്ന ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ്. അപ്പൊ ഇതിന്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ, ഇറ്റ് ഈസ് ദ വ്യൂ ഓഫ് ഡോമിനന്റ് പ്രീസ്റ്റ്ലി ക്ലാസ് എന്ന് നമുക്ക് പറയാം. പ്രീസ്റ്റ്ലി ക്ലാസ് ആരാണ്? നമ്മുടെ സൊസൈറ്റിയിലെ ഓക്കെ ക്ലാസ്, അല്ലെങ്കിൽ പ്രീസ്റ്റ്ലി കാസ്റ്റ് എന്ന് പറയാം. നമ്മുടെ സൊസൈറ്റി ബ്രാഹ്മിൻസ് ആയിരുന്നു ആ പ്രീസ്റ്റ്ലി കാസ്റ്റ് അല്ലെങ്കിൽ പ്രീസ്റ്റ്ലി ക്ലാസ്. ഓക്കെ,
പിന്നീട് ഹൈറാർക്കിയെ നാച്ചുറലൈസ് ചെയ്തു ഇവർ, അല്ലെ? ഇവർ പറഞ്ഞു എന്താണ് ഹൈറാർക്കി എന്ന് വെച്ചാൽ ഡിവൈൻ ഓർഡർ ആണ്, നമ്മൾ ആരും ചെയ്തെടുത്തല്ല, അതൊരു ഡിവൈൻ ഓർഡർ ആണെന്ന് പറഞ്ഞു വെച്ചു. അതായത് പ്രകൃതിദത്തമായിട്ടുള്ളതാണ് ഈ ഹൈറാർക്കി എന്നവർ പറഞ്ഞു വെച്ചു. നാച്ചുറലൈസ്ഡ് ഹൈറാർക്കി, ഇതുവഴി ആർക്കും പിന്നെ ചാലഞ്ച് ചെയ്യാൻ പറ്റില്ലല്ലോ. ആ ഒരു രീതിയിലുള്ള ഒരു ഐഡിയ അന്ന് അവർ ചെയ്തിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഡ്യൂട്ടീസ്, പല ഡ്യൂട്ടീസ് ഓരോരുത്തർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇവർക്കൊരു മോറൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ മോറൽ ഹൈറാർക്കി ആ ഡ്യൂട്ടീസിനും കൊടുത്തു. ഓക്കെ, ഹൈറാർക്കി, ആളുകൾക്കിടയിലുള്ള ഹൈറാർക്കി ഉണ്ടല്ലോ, അത് ഇവർ നാച്ചുറലൈസ് ചെയ്തു. അതുപോലെ തന്നെ ഓരോ ജോലികൾക്കും തമ്മിലുള്ള ഹൈറാർക്കി ഉണ്ട്. പ്രീസ്ട്രിഹുഡ് ആണ് ടോപ്പിലുള്ളത്, അത് കഴിഞ്ഞാണ് രാജാക്കന്മാരുടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ സോൾജേഴ്സ് ഒക്കെ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് ട്രേഡ് ചെയ്യുന്ന ബിസിനസ് ആൾക്കാർ വരും. അത് കഴിഞ്ഞ് ഏറ്റവും താഴെ സാനിറ്റേഷൻ വർക്കേഴ്സ് ഒക്കെ വരും എന്നുള്ള ആ ഒരു ഡ്യൂട്ടീസിലുള്ള ഹൈറാർക്കിയും അവർ നാച്ചുറലൈസ് ചെയ്തെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ അല്ലാതുള്ള ഹൈറാർക്കി, സോഷ്യൽ സ്റ്റാറ്റസിലുള്ള ഹൈറാർക്കി അവർ നാച്ചുറലൈസ് ചെയ്തു. ഓക്കെ, ഇനി അംബേദ്കർ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. രണ്ടാമത് അംബേദ്കർ പറഞ്ഞ സ്കെപ്റ്റിക്സ്. സോ അദ്ദേഹത്തിന്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ബുക്ക് അല്ലെങ്കിൽ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന എസ്സേ വളരെ ഫേമസ് ആണ്. കാസ്റ്റ് സിസ്റ്റത്തിനെതിരെ ഓക്കെ പറഞ്ഞ ഒരു വളരെ മികച്ചൊരു ബുക്കാണ്. എല്ലാവരും അത് പറ്റുമെങ്കിൽ വായിച്ചു നോക്കുക. ഓക്കെ, അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്. സോ അതിൽ പുള്ളി പറയുന്നുണ്ട്, കാസ്റ്റ് ഈസ് നോട്ട് എ ഡിവിഷൻ ഓഫ് ലേബർ. കാസ്റ്റ് എന്ന് വെച്ചാൽ ലേബറിനെ ഡിവൈഡ് ചെയ്യുകയല്ല, മറിച്ച് ഇറ്റ് ഈസ് ദ ഡിവിഷൻ ഓഫ് ലേബറേഴ്സ്. അതായത് തൊഴിൽ വീതിച്ചു കൊടുക്കുകയല്ല, തൊഴിലാളികളെ ഓരോരോ ഗ്രൂപ്പുകളിലേക്ക് ആക്കുവാണ്. സോ ഡിവിഷൻ ഓഫ് ലേബറേഴ്സ് ആണ് കാസ്റ്റ്, അല്ലാണ്ട് ഡിവിഷൻ ഓഫ് ലേബർ, തൊഴിൽ ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുമല്ല, തൊഴിലാളികളെ ഡിവൈഡ് ചെയ്ത് മാറ്റി വെച്ചേക്കുകയാണെന്നാണ് അംബേദ്കർ തന്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എസ്സേ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നീട് ഇദ്ദേഹം പറഞ്ഞു വെച്ചു ബ്രാഹ്മണിക്കൽ ഓർഡർ. ബ്രാഹ്മണിക്കൽ ഓർഡർ ഈസ് എ മെക്കാനിസം ഓഫ് ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്താണ് ഗ്രേഡഡ് ഇൻഇക്വാലിറ്റി? അതായത് ഓരോ ഗ്രേഡ് കൊടുക്കുന്നുണ്ട്, ആൾക്കാർക്ക് ഓരോ ഗ്രേഡ് കൊടുത്ത് മാറ്റി വയ്ക്കുന്നു. ഇവർ ഈ കാസ്റ്റ് നല്ലത്, മറ്റേ കാസ്റ്റ് മോശം, ഇത് കുഴപ്പമില്ല എന്നുള്ള രീതിയിലൊക്കെ ഗ്രേഡ് കൊടുത്ത് വെച്ചേക്കുന്ന ഒരു ഇന്നിക്വാലിറ്റി നിറഞ്ഞൊരു സിസ്റ്റമാണ് ബ്രാഹ്മണിക്കൽ ഓർഡർ അല്ലെങ്കിൽ ഈ ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്ക് മറ്റൊരു ക്രിറ്റിസിസം നോക്കാം. ലൂയിസ് ഡിമോണ്ട്, പുള്ളി തന്റെ ഹോമോ ഹൈറാർക്കിക്കസ് എന്ന് പറയുന്ന ബുക്കിലൂടെ പറയുന്നുണ്ട്, പ്യൂരിറ്റിയും പൊല്യൂഷനുമാണ് കാസ്റ്റ് സിസ്റ്റത്തെ ഡിഫൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഓരോ സ്റ്റാറ്റസ് കൊടുത്തിട്ടുള്ളത് അത് പ്യൂരിറ്റി പൊല്യൂഷൻ എന്നുള്ള കോൺസെപ്റ്റ് വഴിയാണ്. അതായത് റിച്വൽ ജോലികളൊക്കെ ചെയ്യുമ്പോൾ അവർ ഭയങ്കര പ്യൂർ ആയിരിക്കും എന്ന് കണക്കാക്കി അവർക്ക് ഹൈ സ്റ്റാറ്റസും, ഇപ്പം സെപ്റ്റിക് ടാങ്ക് ഇറക്കുന്നത് അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം, സെപ്റ്റിക് ടാങ്ക് അല്ലെങ്കിൽ ക്ലീനിങ് ജോലി, തുണി അലക്കുന്നത്, അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവരെ ലോ സ്റ്റാറ്റസ് ആയിട്ടും അവരെ പൊല്യൂട്ടഡ് ആയിട്ടും കണക്കാക്കിയിരുന്നു. ഓക്കെ, അതായത് ശരീരസ്രവങ്ങളൊക്കെ പറ്റുകയും ഒക്കെ ചെയ്യുമല്ലോ, അപ്പൊ ആ രീതിയിലൊക്കെ അവരെ പൊല്യൂട്ടഡ് ആയിട്ട് കണക്കാക്കിയിരുന്നു. സോ ഈ ഒരു പ്യൂരിറ്റി പൊല്യൂഷൻ ഐഡിയയാണ് കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഒരു അടിത്തറ എന്ന് ലൂയിസ് ഡിമോണ്ട് പറഞ്ഞു വെക്കുന്നത്. സോ ഈ പറഞ്ഞതിനെതിരെ ഒരുപാട് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. ഓക്കെ, മേജർ ആയിട്ട് പറയുന്നത് വെച്ചാൽ പുള്ളി എക്കണോമിക്കൽ പൊളിറ്റിക്കൽ ആംഗിൾസ് ഒക്കെ മറന്നുപോയി. നമുക്കറിയാം കാസ്റ്റ്, ഓക്കെ, കാസ്റ്റിന് അങ്ങനല്ല, പ്യൂരിറ്റി പൊല്യൂഷൻ അല്ല, മറിച്ച് എക്കണോമി കൺട്രോൾ ചെയ്യുന്ന ടീംസ് അല്ലെങ്കിൽ പൊളിറ്റിക്കലായിട്ട് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്കൊരു നിയമം ഉണ്ടാക്കാം. ആ നിയമം എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ പറ്റും. അപ്പം മുകളിൽ നിന്ന് നിൽക്കുന്നവർ, സൊസൈറ്റിയിൽ മുകളിലെ തട്ടിൽ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞു വെച്ചൊരു കാര്യമാണിത്. അല്ലാണ്ട് ഇത് പ്യൂരിറ്റി പൊല്യൂഷൻ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ വെച്ച് ജസ്റ്റിഫൈ ചെയ്യുവാണിത്. മറിച്ച് ഇദ്ദേഹം എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ഡയമെൻഷൻസ് മറന്നുപോയി അല്ലെങ്കിൽ കണക്കാക്കിയില്ല, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളൊരു ക്രിറ്റിസിസം ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. അതായത് ഇവരെല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട് കാസ്റ്റ് സിസ്റ്റം കാരണം എന്താണ് സമാധാനവും ഹാർമണിയും ഒക്കെയാണ് എന്ന് പറഞ്ഞു വെച്ചു. പക്ഷെ അങ്ങനെയല്ല, സൊസൈറ്റിയിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട് ഈ കാസ്റ്റ് സിസ്റ്റം കാരണം. പല രീതിയിലുള്ള കോൺഫ്ലിക്ട്സ് നടക്കുന്നുണ്ട്, അല്ലേ?
സോ അതൊക്കെ ഇവർ മനഃപൂർവ്വമോ അറിയാതെയോ മറന്നുപോയി. സോ അത് ഇവരുടെ ഒരു മേജർ ക്രിറ്റിസിസം ആയിട്ട് പറയാം. മാത്രമല്ല ഇവരെല്ലാം പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, കാസ്റ്റ് സ്റ്റാറ്റിക് ആണ്, കാസ്റ്റ് മാറുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ അത് ആഡ് ചെയ്യാൻ വിട്ടുപോയൊരു പോയിന്റ് ആണ്. സോ കാസ്റ്റ് ഈസ് സ്റ്റാറ്റിക്, കാസ്റ്റ് ഒരിക്കലും മാറുന്നില്ല എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. അതുപോലെ തന്നെ കാസ്റ്റ് ഒരാൾക്ക് മാറാനും പറ്റൂല, അല്ലേ? ഒരാളുടെ കാസ്റ്റ് പെർമനന്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അതിനൊക്കെ എതിരെ ക്രിറ്റിസിസം ആയിട്ട് ആൻഡ്രൂ ബെറ്റലെ, എം എൻ ശ്രീനിവാസൻ ഒക്കെ പറയുന്നുണ്ട് കാസ്റ്റ് ഈസ് ഡൈനാമിക് എന്ന്. സ്റ്റാറ്റിക്കിന് ഓപ്പോസിറ്റ് ഡൈനാമിക്, അതായത് ഇത് മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് എം എൻ ശ്രീനിവാസന്റെ സാൻസ്ക്രിറ്റൈസേഷൻ, ബ്രാഹ്മണൈസേഷൻ പോലുള്ള കാര്യങ്ങൾ പറയാം. എന്താണ് സാൻസ്ക്രിറ്റൈസേഷനും ബ്രാഹ്മണൈസേഷനും ഒക്കെ? അതായത് ഒരു താഴ്ന്ന ജാതി എന്ന് കണക്കാക്കപ്പെടുന്ന ഒരാള് ഒരു ഉയർന്ന ജാതി, ഫോർ എക്സാമ്പിൾ ബ്രാഹ്മൺ തന്നെ എടുക്കാം. ബ്രാഹ്മിൻസ് ഇപ്പൊ എന്താ ചെയ്യുന്ന, റിച്വൽ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്ന, മന്ത്രം ഒരുവിടും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ജീവിത രീതിയൊക്കെ കോപ്പി ചെയ്യും. വെജിറ്റേറിയൻ ആവും, ആ രീതി കോപ്പി ചെയ്യുകയും ഇവരുടെ ആ കാസ്റ്റ് സ്റ്റാറ്റസിൽ നിന്ന് ഇവർക്കൊരു അപ്പർ സ്റ്റാറ്റസിലോട്ട് എത്താനും പറ്റും. അതായത് ഇവർ ഇങ്ങനെ കാണിക്കുമ്പോൾ, അതായത് ബ്രാഹ്മിൻസിന്റെ ജീവിത രീതിയൊക്കെ ഫോളോ ചെയ്ത് തുടങ്ങുമ്പോൾ ഇവർ ഓൾറെഡി ഒരു കാസ്റ്റിന്റെ ഭാഗമായിരുന്നല്ലോ, ആ കാസ്റ്റിനുള്ളിൽ തന്നെ ഇവർക്കൊരു ഹയർ പൊസിഷൻ കിട്ടും. മറിച്ച് ഇവർക്ക് മറ്റൊരു സ്റ്റാറ്റസിലോട്ട് ഉയരാനും പറ്റും എന്ന് കണ്ടെത്തി. അതാണ് ബ്രാഹ്മണൈസേഷൻ. പിന്നെ സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സൊസൈറ്റികളിലും ബ്രാഹ്മിൻസ് തന്നെ ആവണമെന്നില്ല ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത്, വേറെ ആൾക്കാരാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ക്ഷത്രിയരാണ് ഒരു സൊസൈറ്റിയിൽ ഹയർ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്കൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ താഴെയുള്ള ഒരു കാസ്റ്റുകാരൻ എന്ത് ചെയ്യും, ഇവരുടെ രീതികൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ ബ്രാഹ്മിൻസ് അല്ലെന്നല്ല. സോ സാൻസ്ക്രിറ്റൈസേഷൻ ഒരു വലിയ ടോപ്പിക്കായിട്ട് നമുക്ക് പറയാം. അതിനുള്ളിൽ വരുന്നൊരു ചെറിയ ആളാണ് ബ്രാഹ്മണൈസേഷൻ എന്ന് നമുക്ക് പറയാം. അതായത് രണ്ടും ഉദ്ദേശം എന്താണ്, താഴത്തെ കാസ്റ്റിൽ നിന്നുള്ള ആള് മുകളിലുള്ള കാസ്റ്റിനെ കോപ്പി ചെയ്ത് ഒരു നല്ലൊരു സ്റ്റാറ്റസ്, അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് ഉയർത്തുന്നതിനെയാണ് സാൻസ്ക്രിറ്റൈസേഷൻ അല്ലെങ്കിൽ ബ്രാഹ്മണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യാ. ഇതുപോലെ തന്നെ എ ആർ ദേശായി പറഞ്ഞു വെച്ചൊരു ക്രിറ്റിസിസം ഉണ്ട്. ക്ലാസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ വ്യൂ നമുക്ക് ഇതിന്റെ ഇവിടെ ഒരു ക്രിറ്റിസിസം ആണെന്ന് പറയാം. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോം ഓഫ് ക്ലാസ് എക്സ്പ്ലോയിറ്റേഷൻ. കാസ്റ്റ് ഈസ് എ ഫോം ഓഫ് ക്ലാസ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പർ ക്ലാസ്, പണമുള്ളവൻ പണമില്ലാത്തവനെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് കാസ്റ്റ് എന്നാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ഇറ്റ്സ് എ ഫോം ഓഫ് ക്ലാസ് എക്സ്പ്ലോയിറ്റേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഫെമിനിസ്റ്റ് സ്കോളേഴ്സിനെ നോക്കാം. ഫെമിനിസ്റ്റ്, മറ്റ് സബാൾട്ടൺ എന്ന് വെച്ചാൽ മറ്റ് മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിനൊക്കെ വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ, അവർ പറയുന്ന അവരുടെ പെർസ്പെക്റ്റീവിൽ എന്താന്ന് നോക്കാം. അവരെങ്ങനെയാണ് ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പൊ നമുക്കറിയാം ഒരു സൊസൈറ്റി, അതിൽ ഏറ്റവും ഭരിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ടീമാണ് ബ്രാഹ്മിൻസ്. അതിലെ തന്നെ ആരായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്? ആണുങ്ങൾ. അപ്പോൾ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് പറഞ്ഞു ബ്രാഹ്മണിക്കൽ പേട്രിയാർക്കി സ്പ്രെഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഈ കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, വുമന്റെ സെക്ഷുവാലിറ്റി, ലൈംഗികത, മാരേജ്, ഇതെല്ലാം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നു. എങ്ങനെ? സിസ്റ്റം ഓഫ് എൻഡോഗമി വഴി. സിസ്റ്റം ഓഫ് എൻഡോഗമി വഴി ഇവർ ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുവഴി എന്ത് നേടാൻ പറ്റുന്നു? അവർക്ക് കാസ്റ്റ് സിസ്റ്റം കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതായത് ഇപ്പം സ്ത്രീകളിലൂടെ ആണല്ലോ അടുത്ത തലമുറ വരുന്നത്, സ്ത്രീകളിലൂടെയും കൂടിയാണല്ലോ അടുത്ത തലമുറ വരുന്നത്. അപ്പം സ്ത്രീകളുടെ സെക്ഷുവാലിറ്റി കൺട്രോൾ ചെയ്യുക, അവര് മറ്റൊരു ബ്രാഹ്മണത, ഇപ്പൊ ബ്രാഹ്മൺ ആണെങ്കിൽ മറ്റൊരു ബ്രാഹ്മണനെ തന്നെ കല്യാണം കഴിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തിയാൽ അവർക്ക് അടുത്തൊരു ജനറേഷൻ ബ്രാഹ്മൺ ഉണ്ടെന്ന് അവർക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. ഇതുവഴി എന്ത് ചെയ്തു, ഇവർ സ്ത്രീകളിൽ മാക്സിമം കൺട്രോളും റെസ്ട്രിക്ഷൻസും കൊണ്ടുവന്നു. സോ ഈ ഒരു പെർസ്പെക്റ്റീവ് ആണ് ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാർ, ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇവിടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് അവർ പറയുന്നുണ്ട്. ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം ഒരു വെർട്ടിക്കൽ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും ഹൊറിസോണ്ടൽ ആയിട്ട് ഉള്ളൊരു ഇന്നിക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ഇതിന് സാധിച്ചു.
അതായത് ഇപ്പം ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, അപ്പൊ ഈ ഒരു രീതിയിലാണല്ലോ ഇൻഇക്വാലിറ്റി വന്നേക്കുന്നത്. പക്ഷേ ബ്രാഹ്മിൻസിനുള്ളിൽ തന്നെ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ ഒരു ഹൊറിസോണ്ടൽ ഡിവിഷൻ വന്നില്ലേ? ബ്രാഹ്മിൻസിൽ തന്നെ പുരുഷൻ വലുത് സ്ത്രീ ചെറുത്, ക്ഷത്രിയിൽ തന്നെ പുരുഷൻ വലുത് സ്ത്രീ ചെറുത്, വൈശ്യയിലും അതേപോലെ, ശൂദ്രയിലും അതേപോലെ. ഈ ഒരു ക്ലാസിഫിക്കേഷനും കൂടി കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് ചെയ്തു എന്ന് നമുക്ക് കാണാം. കാസ്റ്റ് സിസ്റ്റം ചെയ്തു എന്ന് കാണാം. ഓക്കെ. അതുപോലെ സബാൾട്ടൺ പെർസ്പെക്റ്റീവ് പറയുന്നത് ഓക്കെ, കാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിവിലേജ് ആയിട്ടുള്ളവരുടെ ഒരു നിർമ്മിതിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രിവിലേജ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്നവർ. ഓക്കെ, കാസ്റ്റ് വൈസും ക്ലാസ് വൈസും എല്ലാം, ജെൻഡർ വൈസും, ഓക്കെ, ക്ലാസ് വൈസ്, കാസ്റ്റ് വൈസ്, ജെൻഡർ, സെക്ഷുവാലിറ്റി വൈസ് എല്ലാം ഉയർന്ന രീതിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അധികം കൺട്രോൾ ഉള്ള ആളുകളാണ്, ഓക്കെ, ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിർമ്മിച്ച ഒരു കാര്യമാണ് കാസ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ നിർമ്മിച്ച ഒരു കാര്യമാണ് കാസ്റ്റ് എന്നാണ് സബാൾട്ടൻ ചിന്താഗതിക്കാർ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ. പിന്നീട് ഒരു ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ നിക്കോളാസ് ഡിർക്ക് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, നിക്കോളാസ് ഡിർക്ക് പറഞ്ഞു വെച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, ബ്രാഹ്മണിക്കൽ ആൻഡ് കൊളോണിയൽ പെർസ്പെക്റ്റീവ് കാരണം കാസ്റ്റ് സിസ്റ്റം ഭയങ്കര കോൺക്രീറ്റ് ആയി. ഓക്കെ, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചപ്പോൾ ഇത് പറഞ്ഞിരുന്നു. അതായത് നിക്കോളാസ് ഡിർക്സ് കൊളോണിയൽ പെർസ്പെക്റ്റീവിനെ പറ്റി പഠിച്ചിരുന്നു. അതായത് സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റി എന്നാൽ പറയുമ്പോൾ തന്നെ ആളുകളുടെ കണ്ണിൽ കാസ്റ്റ് സിസ്റ്റമാണ് ആദ്യം വരുന്നത്. ഇന്ത്യൻ സൊസൈറ്റി എന്ന് വെച്ചാൽ എന്താണ്? അത് കാസ്റ്റ് സിസ്റ്റം അല്ലേ? കാസ്റ്റ് സിസ്റ്റം വെച്ചല്ലേ അവരെല്ലാം നോക്കുന്നത്, അല്ലേ? ആ രീതിയിൽ പറഞ്ഞു വെച്ചു. പക്ഷെ കാസ്റ്റ് മാത്രമാണോ? ഇവിടെ പല കാറ്റഗറീസ് ഉണ്ട്, ക്ലാസ് ഉണ്ട്, എത്നിസിറ്റി ഉണ്ട്, അല്ലേ? അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടെന്നുള്ളത് ഇവർ മറന്നു പോയതായിട്ട് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ നിക്കോളാസ് ഡിർക്സ് പറഞ്ഞതായിട്ട് നമുക്ക് ഇവിടെ എഴുതാം. സോ ഇത്രയേ ഉള്ളായിരുന്നു ക്രിറ്റിസിസം. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യുകയാണെങ്കിൽ ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവിനെ പറ്റി എന്ത് പറയാം? അത് ന്യൂട്രൽ അല്ല, ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് പോയിന്റ് അല്ല പറഞ്ഞത്, ബയാസ്ഡ് ആയിരുന്നു. ബ്രാഹ്മണിക്കൽ ഐഡിയോളജീസിനും പെർസ്പെക്റ്റീവ്സിലും എല്ലാം ബയസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. ഓക്കെ, സോ ഇവരൊരു ഐഡിയോളജിക്കൽ ജസ്റ്റിഫിക്കേഷൻ തന്നതായിട്ട് നമുക്ക് പറയാം. ഇവിടെയുള്ള ഇന്നിക്വാലിറ്റീസിനൊക്കെ വേണ്ടി ഒരു ഐഡിയോളജിക്കൽ ജസ്റ്റിഫിക്കേഷൻ തരികയായിരുന്നു. ഓക്കെ, കാസ്റ്റ് സിസ്റ്റം വഴി. ഇതുവഴി അവർ എന്ത് ചെയ്തു? ദേ മാസ്ക് പവർ റിലേഷൻ. ഇവർ ഡിവൈൻ ഓർഡർ ആണെന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ എന്ത് പറ്റി? ഇവിടുത്തെ പവർ റിലേഷൻസ് ഒക്കെ ഇവർ മറച്ചു വെച്ചു. ഓക്കെ, റിച്വൽ സിംബോളിസം, അതായത് ഡിവൈൻ ഓർഡർ ആണ്, കാര്യങ്ങൾ ഇങ്ങനെയാണ്, പ്രീസ്റ്റ്ഹുഡ് ആണ് വലുതെന്നൊക്കെ പറഞ്ഞു വെച്ച വഴി ഇവർ പവർ റിലേഷൻസിനെ മറച്ചു വെക്കുകയുണ്ടായി. അപ്പോൾ മോഡേൺ സോഷ്യോളജിസ്റ്റ് എന്ത് ചെയ്തു? നമുക്ക് ഇതൊരു ആൻസറിന്റെ കൺക്ലൂഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. ഞാൻ ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് പറയുന്നേ ഉള്ളൂ. നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് എഴുതാം. ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് ന്യൂട്രൽ ആയിരുന്നു, അതൊരു ഐഡിയോളജിക്കൽ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുമായിരുന്നു. ഇതുവഴി അവർ പവർ റിലേഷനെ മാസ്ക് ചെയ്തു എന്ന് പറഞ്ഞു വെക്കാം. പിന്നീട് നമുക്ക് എന്ത് പറയാം? മോഡേൺ സോഷ്യോളജിസ്റ്റ് ഇവിടെ വരുത്തിയ മാറ്റങ്ങളായിട്ട് നമുക്ക് മോഡേൺ സോഷ്യോളജിസ്റ്റ് എന്ത് ചെയ്തു? കാസ്റ്റിനെ ഹിസ്റ്റോറിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും ജെൻഡേർഡ് ആയിട്ടും ജെൻഡേർഡ് ഡയമെൻഷനിലൊക്കെ പഠിച്ചു തുടങ്ങുകയും അതിനെപ്പറ്റി നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് പറയാം. നമുക്ക് ആ ആൻസറിലോട്ട് നോക്കാം. ആൻസർ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക. എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഡോണ്ട് വെറി, നമ്മൾ നമ്മുടെ ചാനലിൽ അത് അപ്ഡേറ്റ് ചെയ്യും, ടെലഗ്രാം ചാനലിൽ അത് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, കണ്ടോളൂ. സോ നമ്മൾ ഈ ആൻസറിൽ ക്വസ്റ്റ്യൻ ക്രിട്ടിക് ഓഫ് ബ്രാഹ്മണിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആയതുകൊണ്ട് തന്നെ ബ്രാഹ്മണിക്കൽ മോഡലിനെ പറ്റി അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവിനെ പറ്റി അധികമായിട്ട് കാണില്ല. ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടി മാത്രമേ കാണൂ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റ്സ് ഉണ്ടല്ലോ, അത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, നോക്കിക്കോ. ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് എന്താണെന്ന് ചോദിക്കില്ല, അതിന്റെ ക്രിട്ടിക്കൽ കാര്യമേ ചോദിക്കും. അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ എന്താണ് ബ്രാഹ്മണിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയാൻ സാധിക്കാം. അപ്പോൾ ആ ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടാക്കിയിരുന്നാൽ മതി. സോ ഇവിടുന്ന് ക്രിറ്റിസിസം തുടങ്ങുകയാണ്.
മേക്ക് ഷുവർ യു ടേക്ക് ദ സ്ക്രീൻഷോട്ട്സ്. അല്ലെങ്കിൽ PDF-നായിട്ട് ചാനൽ ജോയിൻ ചെയ്യുക. അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് ബുക്ക് പേര് ഓർത്ത് വെക്കുക. ഇയർ ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. തിങ്കേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിറ്റിസിസം ചോദിക്കുമ്പോൾ നമുക്ക് തിങ്കേഴ്സിന്റെ പേര് വെച്ച് തന്നെ എഴുതാൻ സാധിക്കണം. അതുപോലെ ഓരോ പേഴ്സ്പെക്റ്റീവ്സും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, സോ ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ ഉമാ ചക്രവർത്തി, അത് ഓർത്തിരിക്കുക. നമ്മൾ ആ പറഞ്ഞ പോയിന്റ്സ് എല്ലാം പറഞ്ഞത് ഉമാ ചക്രവർത്തി ആയിരുന്നു. ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ആ പേര് മെൻഷൻ ചെയ്യാൻ വിട്ടുപോയി. കൺക്ലൂഷൻ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് ക്ലാസ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാസ്റ്റ് സിസ്റ്റത്തിന്റെ ഡിസ്കഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. സം മോർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാറുണ്ട്. സോ വി വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.